ധനേഷ് ഡോക്ടർ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2183 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ശ്രീ ഷാലു രാജനാണ്. മോട്ടിവേഷണൽ സ്പീക്കർ, റൈറ്റർ, യൂട്യൂബർ, IFPH വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സൂം സെഷന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നു. അമിത ചിന്തകളെ നിയന്ത്രിക്കാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ശ്രീ ഷാലുരാജിനെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷാലുവിനെ ആരംഭിക്കാം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. വീണ്ടും ഒരു ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിലുള്ള സ്നേഹം, സന്തോഷം ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അമിത ചിന്തകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓവർ തിങ്കിങ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ചിലരെ സംബന്ധിച്ച് ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം മതിയായിരിക്കും അവർക്ക് ആ ഒരു രാത്രിയിൽ ഉറക്കം വരെ നഷ്ടപ്പെടും. ഇനി ചിലരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതിങ്ങനെ ഒരു ഡോക്യുമെന്ററി പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അതിപ്പോ ഈ അറ്റൻഷൻ ഒക്കെ സീക്ക് ചെയ്യുന്ന വ്യക്തികളിലാണ് കണ്ടുവരുന്നത്. എന്തെങ്കിലും ഒരു ഇമേജ് ഇങ്ങനെ സൃഷ്ടിക്കുക, അവർ തന്നെ സ്വയം ഇങ്ങനെ അതിലിങ്ങനെ എന്താ പറയുക വിഷമിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുക. വേണമെങ്കിൽ ഇപ്പൊ ഒരു ഇമേജ് ഇങ്ങനെയായിരിക്കും സൃഷ്ടിക്കുന്നത്, അവർക്ക് സുഖമില്ലാതെ ആകുന്നു, ഒരുപാട് പേര് അവരെ കാണാൻ വരുന്നു, അവരെ എല്ലാവരും കെയർ ചെയ്യുന്നു. വേണമെങ്കിൽ അവരുടെ ഫ്യൂണറൽ സർവീസ് ഉൾപ്പെടെ വേണമെങ്കിൽ അവർ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇനി ചിലരെ സംബന്ധിച്ച് തങ്ങളുടെ ഫ്യൂച്ചർ എന്താകും എന്ന ചിന്ത കാരണം അവരുടെ സമാധാനം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതെല്ലാം തന്നെ ഓവർ തിങ്കിങ് അല്ല. ഇപ്പോ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അപ്പൊ അതിനുവേണ്ടി കുറെ നേരം ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക. അതിനെ നമുക്ക് ഒരിക്കലും ഓവർ തിങ്കിങ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ രാവും പകലും ഇനിയിപ്പോ നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും അടുത്ത ആഴ്ചയാണെങ്കിലും അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരേ പ്രശ്നത്തെ കുറിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരിങ്ങനെ വറീഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അനലോഗി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഈ ആടുന്ന ചെയറുണ്ട്, അല്ലെ ഈ ചൂരൽ കൊണ്ടൊക്കെ ഉണ്ടാക്കി ഒരിടത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ വെറുതെ അങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ആടുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് നമുക്ക് അവിടെ എടുക്കാൻ കഴിയുന്നില്ല. എന്ന് പറയുന്നത് പോലെയാണ് ഈ ഓവർ തിങ്കിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ബ്രെയിൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തെന്നില്ലാത്ത രീതിയിൽ നമ്മുടെ ബ്രെയിനിന്റെ എനർജി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ ഓവർ തോട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഈ മൈൻഡിന് ഇങ്ങനെ ഒരു സ്വഭാവം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ സംബന്ധിച്ച് അവര് പണ്ട് കാടുകളിൽ ഒക്കെ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള പ്രോബ്ലത്തെയാണ് എപ്പോഴും അവര് പിക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, പ്രോബ്ലത്തെയാണ് അതിൽ നമ്മൾ പിക്ക് ചെയ്യാൻ എടുക്കുന്നത്. സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവം അനുസരിച്ച് ബ്രെയിനിന്റെ ഭാഗമാണ് നമ്മുടെ മനസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒറ്റ കാര്യത്തെ കുറിച്ച് മാത്രമാണ് അതെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എങ്ങനെ സംരക്ഷിക്കാം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് നമുക്ക് ഹാനികരമാകുമോ എന്നുള്ള രീതിയിൽ മനസ്സ് അനലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാടുകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ മൂവ് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളിലും അവർക്ക് എപ്പോഴും ഭീഷണികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇരകളെ പിടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓരോ ചുവടുവയ്പ് അവർ നടത്തുമ്പോഴും പ്രശ്നത്തെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്.
ഇനിയിപ്പം ഏതെങ്കിലും പ്രൊഡക്റ്റേഴ്സ്, ഇപ്പൊ കടുവയോ സിംഹമോ ഒക്കെ അവരുടെ മുൻപിലേക്ക് ഏത് നിമിഷം വന്ന് വീഴാം. അങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടില്ല. ഇനിയിപ്പോ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും കൂടും കുടുംബവുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ അവരുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ ഇങ്ങനെ അലേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും പ്രശ്നം, ഏതെങ്കിലും ആ അടുത്ത നിമിഷങ്ങളിൽ ഒരു പ്രശ്നം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ് അവരുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ അലേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഏതെങ്കിലും കായികനികളൊക്കെ ഭക്ഷിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഒരു പഴം അവരുടെ കയ്യിൽ കിട്ടിയാൽ പോലും ഈ പഴം കഴിച്ചാൽ മരിച്ചു പോകുമോ എന്നുള്ളതാണ് അവരുടെ ബ്രെയിനിലേക്ക് ആദ്യം വരുന്നത്. അല്ലെ, ഇതിനകത്ത് കൂടുതൽ റിസർച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇനിയിപ്പോ രാത്രിയിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരുടെ മൈൻഡ് അലേർട്ട് ആയിരുന്നു. അതായത് ഇന്നത്തെ കാലത്ത് പാർപ്പിട സൗകര്യമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ ഈ കുടിലുകൾ ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ കുടിലുകളിൽ ജീവിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഓടിട്ട പുരയിൽ ജീവിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഇന്ന് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. പക്ഷേ ഒരു 25 വർഷത്തിനകത്ത് വെച്ച് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വർഷങ്ങൾക്ക് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ചിലപ്പോൾ ഈറയും മുളയും അങ്ങനെയുള്ള തിങ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ പാർപ്പിട സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും അവരുടെ ബ്രെയിൻ ഇങ്ങനെ അലേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. ആ ഒരു സിറ്റുവേഷനിലും എന്തെങ്കിലും ആപത്തുകൾ അവർക്ക് ഉണ്ടാകുമോ, എന്തെങ്കിലും മൃഗങ്ങൾ അവരെ ആക്രമിക്കുമോ, ഇനി മറ്റുള്ള ഏതെങ്കിലും ഗോത്രങ്ങൾ അവരെ ആക്രമിക്കുമോ എന്നുള്ള രീതിയിൽ അവരെപ്പോഴും ഇങ്ങനെ വറീഡ് ആയിക്കൊണ്ടേയിരുന്നു. അതായത് ബ്രെയിൻ ഇങ്ങനെ അലേർട്ട് ആയിക്കൊണ്ടേയിരുന്നു. ഇത് നമുക്ക് ജനറ്റിക്കലി പറയുകയാണെങ്കിൽ ഇത് കാലങ്ങളായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അവര് നമുക്ക് കൈമാറിയിട്ടുള്ളതിൽ അങ്ങനെയുള്ള കാര്യം കൂടി കൈമാറിയിട്ടുണ്ട്. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ സംരക്ഷിക്കുക. ആ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏതൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും അതിലെ പ്രശ്നത്തെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ആദ്യം ചെയ്യുന്നത്. ഇപ്പൊ ഒരു ലൈവ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്, അരണ്ട വെളിച്ചം മാത്രമാണുള്ളത്. അല്ലെങ്കിൽ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തോ നീളമുള്ള ഒന്ന് നമ്മൾ കാണുകയാണ്. അത്ര വലിയ പ്രകാശമൊന്നുമില്ല, അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് നമ്മുടെ പാമ്പ്. മൈൻഡിലേക്ക് വരുന്നത് പാമ്പാണ് എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ മൈൻഡ് അവിടെ എടുക്കുകയാണ്. അത് പാമ്പാണോ എന്നുള്ള രീതിയിൽ മൈൻഡ് അങ്ങോട്ട് ആ ഒരു പ്രോബ്ലത്തെ അങ്ങോട്ട് പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഉടനെ എന്താണ്, നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം അവിടെ എടുക്കുകയാണ്. നമ്മൾ ഉടനെ വെട്ടി വിയർക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ പാനിക് ആവും. എന്താണ്, നല്ല രീതിയിൽ ഹൃദയമിടിപ്പ് കൂടും. പക്ഷെ നമ്മൾ കുറച്ച് അടുത്തോട്ട് എന്തെങ്കിലും ടോർച്ചൊക്കെ എടുത്ത്, അല്ലെ, നമ്മുടെ മൈൻഡ് അപ്പോഴത്തേക്ക് അലേർട്ട് ആവുന്നു, ഇത് പ്രശ്നത്തെ നേരിടാൻ പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ പിന്നീട് എന്താണ്, വളരെ സസൂക്ഷ്മം മാത്രമേ അതിനെ ഒബ്സർവ് ചെയ്യുകയുള്ളൂ. ഉടനെ നമ്മൾ ടോർച്ച് അടിച്ചൊക്കെ ഒന്ന് നോക്കുമ്പോഴെന്താണ്, കയറായിരുന്നു. അല്ലെ, വെറും ഒരു കയറായിരുന്നു നമ്മൾ അവിടെ ഉണ്ടായിരുന്നത്, സിറ്റുവേഷൻ അതായിരുന്നു. പക്ഷേ നമ്മുടെ മൈൻഡിൽ ഉള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ, ഇപ്പൊ നീളമുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇന്നതായിരിക്കാം എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ ബ്രെയിൻ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉടനെ ഒരാൾ വന്ന് പറയുകയാണ്, നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ് വന്ന് പറയുകയാണ്, ബോസ് വിളിക്കുന്നുണ്ട് പിന്നെ കേട്ടോ. അപ്പൊ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഇനിയിപ്പോ എന്തിനായിരിക്കും വിളിക്കുന്നത്, നമ്മളങ്ങോട്ട് പാനിക് ആവാൻ തുടങ്ങും. പിന്നെ ഇന്നത്തെ ഒരു കാലത്തിന്റെ രീതി അനുസരിച്ച് ഇന്നലെ വരെ ജോലി ചെയ്യുന്നു, ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ ജോലിയില്ല, നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു, കൂട്ടത്തോടെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലേക്ക്, എന്തിനായിരിക്കും ബോസ് വിളിക്കുന്നത്, എന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായേക്കാം, ഇനി അതിന്റെ പേരിൽ എന്നെ എന്താണ് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണോ, നമ്മൾ അവിടെ പാനിക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു ഫ്രണ്ട് നമുക്ക് സ്ഥിരമായി മെസ്സേജ് അയക്കുമായിരുന്നു, നമ്മൾ തിരിച്ചും അവർക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു. അപ്പോ നമ്മളൊരു മെസ്സേജ് അവർക്ക് ഇട്ടപ്പോ അവർ നമുക്ക് റിപ്ലൈ തന്നില്ല. ഉടനെ നമ്മളുടെ മൈൻഡിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഒക്കെ അങ്ങോട്ട് വരികയാണ്, എന്നാലും എന്തുകൊണ്ടായിരിക്കും ആ മെസ്സേജിന് റിപ്ലൈ തരാത്തത്. പിന്നെ അതിനെ ചൊല്ലി പിന്നെ വഴക്കായി, അല്ലേ, ബ്രെയിനൊക്കെ നമ്മളങ്ങോട്ട് പാനിക് ആയതിനു ശേഷം ആ രീതിയിൽ പിന്നെ അവരുമായിട്ട് വഴക്കിനൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇനിയിപ്പം നമ്മള് ഡോക്ടേഴ്സ് ആണ്. ഇപ്പൊ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് തന്നെ, ഇപ്പൊ ഒരു രോഗിയോ ഒരു പേഷ്യന്റ് വരികയാണ്, ആ പേഷ്യന്റിനോട് പറയുകയാണ്, നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യേണ്ടി വരും, അല്ലെ. അപ്പം ടെസ്റ്റ് സ്കാൻ എന്ന് കേൾക്കുമ്പോഴേ ഇവരുടനെ അങ്ങ് പാനിക് ആവും. 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് എന്താണ് വിളിച്ച് മക്കളെയും മരുമക്കളെയും നാട്ടുകാരെയും വീട്ടുകാരെയും പള്ളിയിലുള്ളവരെയും വഴിയിൽ കൂടെ പോകുന്നവരുടെ അടുത്തും ഒക്കെ
അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതിനെ കുറിച്ച് ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ഇനി എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പാനിക് ആവാൻ തുടങ്ങും. അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലെ പ്രോബ്ലത്തെയാണ് നമ്മുടെ ബ്രെയിൻ ആദ്യം പിക്ക് ചെയ്യുന്നത്. ഒരിക്കലും സംഭവങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മെ വിഷമിപ്പിക്കുന്നില്ല. ആ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അർത്ഥമാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. അപ്പോ ചോദിക്കും, നമുക്ക് ഈ തോട്ട്സിനെ നിയന്ത്രിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നിർത്താൻ പറ്റുമോ? ഇങ്ങനെയുള്ള തോട്ട്സ് നമുക്ക് വേണ്ട, ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ വന്ന് എന്നെ വളരെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇത് ബ്രെയിനിന്റെ ഒരു ഭാഗമാണ്, അല്ലെ? നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, തോട്ട്സ് എന്ന് പറയുന്നത്, ചിന്തകൾ എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിനെ നമുക്ക് ഇന്ന ചിന്തകളൊന്നും നമുക്ക് വരാൻ പാടില്ല എന്ന് പറയാനും പറ്റില്ല. ഇപ്പൊ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറയുന്നവരോട് പറയുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ വീട്ടിലിരുന്ന് എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഇപ്പം വീട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, അവരെപ്പോഴും വന്നെന്നെ ഡിസ്റ്റർബ് ചെയ്യും. ഇനി സ്വസ്ഥമായ ഒരു സ്ഥലം തേടി, ഈ ഹിമാലയമൊക്കെ തേടിയിട്ട് അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തേടി അവിടെ പോയിരുന്ന് എന്താണ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാന്ന് പറയും. പക്ഷേ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും ഈ വിക്രമാദിത്യന്റെ തോളയിൽ വേതാളം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കൂടെ നമ്മളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒന്നാണ് ഈ ചിന്തകൾ എന്ന് പറയുന്നത്. നമ്മളിനി ഹിമാലയത്തിൽ പോയാലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോയാലും അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ ചിന്തകൾ ഇങ്ങനെ നമ്മളെ തിക്കിത്തിരക്കിക്കൊണ്ടേയിരിക്കും, അല്ലെ? ചിന്തകളുടേതായിട്ടുള്ള ഒരു പടയോട്ടം നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ബ്രെയിനിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ബ്രെയിൻ എന്നുള്ളതിനെ ഞാൻ ഈ ഒരു ഓവർ തോട്ട്സിന്റെ അടിസ്ഥാനത്തിൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടറിനോടാണ്. മറിയം ഡോക്ടർക്ക് ഒന്ന് പറയാമോ, എന്താണ് ഒരു ന്യൂസ് റിപ്പോർട്ടർ ചെയ്യുക? ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ ധർമ്മം എന്താണ്, എന്തായിരിക്കും അയാൾ ചെയ്യുക, പറയാൻ കഴിയുമോ? എത്രയും പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളത്. എത്രയും ആ, സെൻസേഷണൽ ആക്കി കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. ഇപ്പൊ അവരൊരു കാര്യത്തെ കുറിച്ച് പറയുന്നു, ഇന്ന രീതിയിൽ ഒരു കാര്യം സംഭവിച്ചു സംഭവിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ പറയും പോസിബിലിറ്റീസ്, നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ അടുത്തതായിട്ട് പറയും പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വേണ്ട, നമ്മുടെ ഇപ്പൊ ഈ റീസെന്റ്ലി ഇപ്പം നമ്മുടെ നാട്ടില് കേരളത്തില് നമ്മുടെ കുറെ ജില്ലകളിലൊക്കെ വെള്ളം കയറി വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതകളൊക്കെ ഉണ്ടായി. ഒരുപാട് പേരെ നമ്മൾ ക്യാമ്പുകളിലൊക്കെ പാർപ്പിക്കുകയുണ്ടായി. അപ്പോഴും നമ്മൾ ഈ ന്യൂസ് റിപ്പോർട്ടിങ് കേട്ടതാണ്. എന്താണ് ഇപ്പൊ അവരെന്താണ് പറയുന്നത്? ഇപ്പൊ വെള്ളത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് തന്നെ പറയും, ഇങ്ങനെയൊക്കെയാണ്, മുട്ടോളം വെള്ളമുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഈ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാല് ഇത് ഒരു നില പൊക്കത്തിൽ അല്ലെങ്കിൽ രണ്ടു നില പൊക്കത്തിലേക്കൊക്കെ വെള്ളം പൊങ്ങാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ പാസ്റ്റ് എക്സ്പീരിയൻസ് അവര് ഉടനെ പറയും, കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കണ്ടില്ലേ, ഒരു നില പൊക്കത്തിലെ വെള്ളം ഉയർന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിന്റെ പാട് കണ്ട് ഇപ്പോഴും ഉണ്ട്, ആ പായൽ കണ്ടില്ലേ, അവിടെ വരെ വെള്ളം ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നടന്ന കാര്യം പറയുക, സിറ്റുവേഷനിലേക്ക് ചെല്ലുക, പാസ്റ്റിലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പോസിബിലിറ്റീസ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, നാളെ നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നു, ഒപ്പം ഉടനെ പോസിബിലിറ്റീസ് പറയും. ബ്രെയിൻ ഉടനെ പോസിബിലിറ്റീസ് പറയും, ഇന്റർവ്യൂ ഫെയിൽ ആയാലോ, ഇനിയിപ്പോ നേരത്തെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബ്രെയിൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ തക്ക നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ബ്രെയിൻ നമ്മളെ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിനെ ഏറ്റെടുക്കുന്നത് വളരെ പാനിക് ആയിട്ടുള്ള രീതിയിലാണ്. എനിക്കത് കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് നമ്മൾ സംഭവിക്കുന്ന ഒരു 5 ഉറവിടങ്ങളുണ്ട്, 5 സോഴ്സസ്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ ഒരു വ്യക്തി, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിലപ്പോ ആ ലേഡി അല്ലെങ്കിൽ തിരിച്ച് ആ മനുഷ്യനെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടാകാം. അപ്പൊ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിപ്പോയി. എന്നാൽ ഈ വ്യക്തി വീണ്ടും ഒരു റിലേഷനിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കും, അല്ലെ? സ്നേഹിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ബ്രെയിൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. ആ പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഈ ഒരു ബന്ധത്തിലും വന്നു കഴിഞ്ഞാൽ ഇന്ന പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ബ്രെയിൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. അതല്ല, ഇനിയിപ്പോ ഒരു ബിസിനസ് ഫെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് പാസ്റ്റ് ഫെയിലുവേഴ്സിനെ ഫ്യൂച്ചറുമായിട്ട്
കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. രണ്ടാമത് സംഭവിക്കുന്നത് ലിമിറ്റിംഗ് ബിലീഫ്സിലൂടെയാണ്. അതായത് ഈ പഴയകാല ഓർമ്മകൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ബിലീഫായിട്ട് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ പലർക്കും ചില വിഷയങ്ങളൊക്കെ ബാലികേറാമലയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കണക്ക് സോൾവ് ചെയ്യാൻ ഉള്ള കഴിവുണ്ടായിരിക്കത്തില്ല. അത് ലോഗരിതം പഠിക്കണോ, അല്ലെങ്കിൽ സൈന്, കോസ്, ടാന്, കോട്ട്, തീറ്റാസ്, അതുപോലെ തന്നെ എന്താ വൃത്തം വരയ്ക്കുക, അതിൽ ചാപം വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികളൊന്നും ചിലപ്പോൾ നമുക്കറിയില്ലായിരിക്കും. അപ്പൊ ടീച്ചർ ആണെങ്കിൽ സൈൻ കിട്ട അവസാനം എന്ത് പറയും? ഓ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, യു ആർ നോട്ട് ഇനഫ്. പക്ഷെ ടീച്ചർ എന്ത് ചെയ്തു? ഇത് ഫുള്ള് മുഴിപ്പിച്ചില്ല. ഈ മാത്തമാറ്റിക്സ് ചെയ്യാൻ നിന്നെ കൊണ്ട് കൊള്ളില്ല എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളത് എന്താണ്, നമ്മളെന്ന് പറയുമ്പോൾ ചിലർ അതിനെ ഏറ്റെടുക്കുന്നത് ഞാൻ അത്ര പോരാ, ടീച്ചർ അങ്ങനെ പറഞ്ഞു, അല്ലെ, എനിക്ക് വിശ്വസിക്കാവുന്ന ഒരിടത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ആണ് യു ആർ നോട്ട് ഇനഫ്, നിന്നെ കൊണ്ട് കൊള്ളില്ലേ. അത് അവർ പേഴ്സണലായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും. പ്രത്യേകിച്ച് ഫ്രണ്ട്സിന്റെ മുമ്പിലായിരിക്കും ഇത് പറഞ്ഞ് കളിയാക്കുന്നത്, അല്ലെ, ഫ്രണ്ട്സ് ഇത് പറഞ്ഞ് കളിയാക്കുമായിരിക്കും. അല്ലെങ്കിൽ അയാൾ സ്നേഹിക്കുന്ന കുട്ടി ആ ക്ലാസ്സിലുണ്ടാവും, അവരുടെയൊക്കെ മുൻപിൽ ഇങ്ങനെ നാണം കെട്ട്, അല്ലെ, അങ്ങനെ അത് താൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ, ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ബിലീവ് ആയിട്ട് അത് സേവ് ചെയ്യും. പ്രത്യേകിച്ച് ഇത് ഈ ബിസിനസ്സുകാരുടെ ഇടയിൽ സെയിൽസുകാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. റിജക്ഷൻ. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റുമായിട്ട് ചെല്ലുന്ന സമയത്ത് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആത്മവിശ്വാസമൊക്കെ അങ്ങോട്ട് കുറയാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അത് പേഴ്സണലി ഏറ്റെടുക്കാൻ തുടങ്ങും. സത്യത്തിൽ പ്രോഡക്റ്റ് വേണ്ട എന്നാണ് കസ്റ്റമേഴ്സ് ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം എന്നോട് വേണ്ട എന്ന് പറഞ്ഞു, വരണ്ട, അടുക്കണ്ട എന്ന് പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് കൊള്ളില്ലേ. ആ ഒരു രീതിയിൽ ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള രീതിയിൽ, ഞാൻ അത്ര പോരാ എന്നുള്ള രീതിയിൽ അത് പേഴ്സണലി ഏറ്റെടുക്കുന്നവരുണ്ട്, അല്ലെ. അങ്ങനെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഇതുപോലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിലൂടെ നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. അന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പേരൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ച് അവിടെ വരെ എത്തും. അന്ന് മുതൽ ഞാൻ കേൾക്കുന്നതാ, അല്ലെങ്കിൽ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്നതാ എന്ന് പലരും പറയുന്നതിന്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ദ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടി. സത്യത്തില് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇന്നുള്ള കാര്യങ്ങളെ കുറിച്ചല്ല, സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വറീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു തത്വചിന്തകൻ പറഞ്ഞതുപോലെ, എമേഴ്സൺ ആണോ വില്യം ജെയിംസ് ആണോ, പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 90% മുതൽ 95% വരെ നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് അവൻ എപ്പോഴും ഇങ്ങനെ വറീഡ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. അവനിങ്ങനെ പാസ്റ്റിലേക്ക് ഓടും, ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ ഓടും. ഈ 90 മുതൽ 95% വരെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അവൻ ഇങ്ങനെ വറീഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ബാക്കി 5%, അപ്പൊ 5% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ അങ്ങ് സംഭവിച്ചുകൊള്ളട്ടെ, അതൊക്കെ പരിഹരിക്കുവാനുള്ള കഴിവൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് തന്നെയാണ് ശ്രീബുദ്ധ ഭഗവാനും പറയുന്നത്. മനുഷ്യനിങ്ങനെ പാസ്റ്റിനെ കുറിച്ച് അതിങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, അതിനെക്കുറിച്ച് ഇങ്ങനെ വറീഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കണം, ഇങ്ങനെ തന്നെ സംഭവിക്കണം, ഫ്യൂച്ചറിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുകയാണ്. എന്നാൽ അത് ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. നമുക്ക് ജീവിക്കുവാനുള്ളത് ഈ ഒരു നിമിഷമാണ്. ബുദ്ധ ഭഗവാൻ തന്നെ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല. കാരണം നമ്മുടെ യഥാർത്ഥ ശക്തി എവിടെയാണ് നിലനിൽക്കുന്നത്? പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല, ഈ ഒരു നിമിഷത്തിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തി നിലനിൽക്കുന്നത്. ദ പവർ ഓഫ് പ്രസൻസ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഊർജം, നമ്മുടെ സമയം എന്തിലേക്ക് നമ്മൾ കൊടുക്കുന്നു, എവിടേക്കാണ് നമ്മുടെ ഊർജവും സമയവും നമ്മൾ കൊടുക്കുന്നത്, അത് വർദ്ധിക്കുന്നു, അത് വികസിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുക, അല്ലെ. പലരും ഫിയർ ഓഫ് ദ ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അപ്പുറത്തെ വീട് നല്ല വീട് റിനോവേറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എനിക്കും എന്റെ വീടൊന്ന് റിനോവേറ്റ് ചെയ്യണം. അപ്പുറത്തെ വീട് 2 നിലയാക്കി, എന്നാൽ പിന്നെ എനിക്കും 2 നില വെക്കണം. അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലാണ്, അല്ലെ. വരുമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 നിലയോ 2 നിലയോ 10 നിലയോ എത്ര നില വേണമെങ്കിലും കെട്ടാം. എന്നാൽ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അല്ലെ. പലരും ലോൺ എടുത്ത്
കോടികളുടെയൊക്കെ ബാധ്യതകളാക്കിയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കൂടുതലും ഇപ്പോൾ ഗൾഫിൽ തന്നെ താമസിക്കുന്ന ഒരുപാട് പേര് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, നാട്ടിലൊരു വലിയ വീടുണ്ടാക്കി വെച്ചു, അത് നോക്കാനായിട്ട് ആരുമില്ല, എല്ലാം മാറാതെ കയറി കിടക്കുകയാണ്, എന്നാൽ അതിന്റെ കടം ഇതുവരെയും തീർന്നിട്ടില്ല, 1 കോടി രൂപയൊക്കെയാണ് ലോൺ എടുത്തിട്ടുള്ളത് എന്നൊക്കെ. അപ്പം ഇതൊരു കമ്പാരിസൺ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സത്യത്തിൽ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്നറിയോ? സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു എന്തെങ്കിലും അവരുടെ ഒരു ലൈഫിലെ ഒരു 1-2 മിനിറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള റീലുകൾ ഇടും. അത് ചിലപ്പോൾ 24 മണിക്കൂറിൽ ഇടുന്ന ഒരു വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ വരുന്ന വീഡിയോ ആയിരിക്കാം. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എന്താ പറയാ, അവരൊക്കെ എന്താണ് വലിയ നിലയിലെത്തി. ഇനി അല്ലെങ്കിൽ അവര് കപ്പിൾസ് ചേർന്ന് നിന്നുകൊണ്ട് ചിലപ്പം ഒരു മൂവി സോങ്ങുമായിട്ട് നിന്ന് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ആടുന്നതോ പാടുന്നതോ ഒക്കെ കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫാണ് ലൈഫ്. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് നമുക്ക് ഈ അതിന്റെ ആ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ കാണാൻ കഴിയും. അവരൊക്കെ അവിടെ വരെ എത്തി, ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഓ അവന്റെ വൈഫ് എന്ത് മനോഹരമാണ്, അല്ലെങ്കിൽ എന്ത് ക്യൂട്ടാണ്, അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ് എത്ര മനോഹരമാണ്, എത്ര ക്യൂട്ടാണ്, എന്ത് നല്ല രീതിയിലാണ് അവര് ആടുന്നത് പാടുന്നത്, എനിക്കും ഉണ്ട് ഹസ്ബൻഡ്, അല്ലെ എനിക്കും ഉണ്ട് വൈഫ്, അല്ലെ? ഇങ്ങനെ ഈ രീതിയിലാണ് ഇന്ന് കമ്പയർ ചെയ്യപ്പെടുന്നത്, അല്ലെ? ബ്ലോഗിൽ കാണുന്ന 1 മിനിറ്റോ 2 മിനിറ്റോ വരുന്ന റീലുകൾ കണ്ടുകൊണ്ട് അതുപോലെ അല്ലെ അവരുടെ ലൈഫാണ് ഏറ്റവും വലിയ ലൈഫ്. നമ്മുടെ ജീവിതത്തിലുള്ള ബ്ലെസ്സിങ്സിനെ പലപ്പോഴും മനുഷ്യൻ കാണാതെ പോകും, അല്ലെ? നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കാണുവാൻ കഴിയും? അങ്ങനെ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഇപ്പൊ ഒരു സാഹചര്യം വന്നതുകൊണ്ട് അങ്ങ് പറയുകയാണ്, അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു യൂട്യൂബറിന്റെയും അദ്ദേഹത്തിന്റെ കാമുകിയുടെയും ഒരു കാര്യം, ഒരു വൈഫിന്റെയും കാര്യം നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചക്കകത്ത് വെച്ച് കണ്ടതാണ്, അല്ലെ? വളരെ വലിയ രീതിയിലുള്ള പ്രണയമായിരുന്നു, അല്ലെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കപ്പിൾസ്. അപ്പൊ അവരുടെ കമന്റ് ബോക്സിൽ മുഴുവൻ ഇങ്ങനെ അവരെ പുകഴ്ത്തിക്കൊണ്ട് പ്രൈസ് ചെയ്തുകൊണ്ട് സ്വയം താഴ്ത്തി അല്ലെങ്കിൽ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള കമന്റ്സുകളൊക്കെ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കാണാമായിരുന്നു. ഒരു 1-2 ആഴ്ചക്ക് മുൻപ് ആ ലേഡി വേറൊരാളുടെ പോയി എന്നുള്ള രീതിയിൽ ഭയങ്കര ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ലൈഫാണ്, അവരുടെ ഇഷ്ടം, അവർ അവരുടെ ലൈഫ് തിരഞ്ഞെടുക്കുന്നു. എങ്കിൽ പോലും മറ്റുള്ളവരുമായിട്ട് അവരുടെ എന്താ പറയാ, ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ കൂടിയിരുന്ന് ഒരു റീൽ ഇറക്കുമ്പോൾ 1-2 മിനിറ്റ് ഉള്ള ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു റീൽ ഇറക്കുമ്പോൾ അതിലിങ്ങനെ അഡിക്റ്റ് ആയി പോയി അതുമായിട്ട് തങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർ. ഇപ്പം ബ്രെയിൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് അതുകൊണ്ട് അവരൊക്കെ അവിടെ വരെ എത്തിയാണ്ട് BMW എടുത്തു, അണ്ട് അവർ ആടിപ്പാടുന്നത് കണ്ടില്ലേ, അവരുടെ സന്തോഷം കണ്ടില്ലേ, നീ ഇവിടെ നിന്നു, നീ ഇവിടെ വരെ എത്തിയുള്ളൂ എന്നുള്ള രീതിയിൽ ബ്രെയിൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അടുത്തതായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഓവർലോഡ്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം ഫോൺ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. ഫോണിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ കാണും, എന്റെ ഗ്രാമം ഗ്രൂപ്പുകൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ കാണും. അതിനകത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ ചില മെസ്സേജുകൾ അല്ലെങ്കിൽ കമന്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് വെപ്രാളം കയറും, നമ്മളും തിരിച്ചങ്ങോട്ട് കുറെ കമന്റുകളൊക്കെ അങ്ങോട്ട് ഇടും. എന്നാൽ പിന്നെ അവരും വിട്ടു തരത്തില്ല, അവരും കുറെ കമന്റുകൾ ഇങ്ങോട്ട് ഇട്ട് തരും. പിന്നെ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുക, പിന്നെ അങ്ങോട്ട് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ ചെന്ന് സ്ക്രോൾ ചെയ്ത് കുറെ ഇൻഫോർമേഷൻസ്, ആവശ്യമില്ലാത്ത ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഓവർലോഡ് ആവുക നമ്മുടെ ബ്രെയിനിൽ. നമ്മുടെ ബ്രെയിനിന് ആകപ്പാടെ ഉള്ളത് കുറച്ച് എനർജി മാത്രമാണ്. ആ എനർജി വെറുതെ നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആവാഹിച്ചതിന് ശേഷം പിന്നുള്ള രാത്രി ഉറങ്ങുന്നത് വരെ പിന്നെ ബ്രെയിൻ എന്താണ്, വേറെ അതിൽ കണ്ട സിനാരിയോ അനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ അങ്ങോട്ട് ഇമാജിനേഷൻ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ നടത്താൻ തുടങ്ങും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ എന്താണ്, നമ്മൾ ഓവർ തോട്ട്സിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഓവർ തോട്ട്സ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ബ്രെയിൻ പ്രതികരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഉണ്ടാകുന്ന സമയത്ത് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ചിന്തകളുമായിട്ട് നമ്മളവിടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ ചെല്ലുകയാണ്, ബീച്ചിൽ ചെല്ലുന്ന സമയത്ത് എന്തെന്നില്ലാത്ത വലിയൊരു തിരയടിക്കുന്നു.
ആ തിര ഇങ്ങനെ അടിച്ച് വരുന്ന സമയത്ത് ആ തിര ഇങ്ങനെ അടിക്കണ്ടെന്ന് പറഞ്ഞ് രണ്ട് കൈയും അല്ലെ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നെഞ്ചും വിരിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. തിര നമ്മുടെ മുകളിലേക്ക് വന്ന് നമ്മളെ കൊണ്ട് തിര അങ്ങ് പോകും അല്ലെ. അതല്ല എങ്കിൽ ഒരു കാറ്റടിക്കുന്ന സമയത്ത് ഒരു തണ്ടർ സ്റ്റോം വരികയാണ്. ആ സമയത്ത് നമ്മൾ മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് ഇങ്ങോട്ടൊന്നും ഇവിടെ ഒന്നും അടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെഞ്ചു വിരിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെ. അത് ചിലപ്പോൾ കുറെ മണ്ണൊക്കെ നമ്മുടെ കണ്ണിലും വീണ് വായിലും വീണ് നമ്മൾ ഒരു പക്ഷെ താഴെ വീണേ. അപ്പൊ കാറ്റ് എവിടെ നിന്ന് വന്നോ, തെക്കുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ചുഴറ്റിയടിച്ചതിന് ശേഷം ചിലപ്പോൾ അത് വടക്കോട്ട് പോകും, അല്ലെങ്കിൽ കിഴക്ക് നിന്ന് അത് വന്ന് ഒന്ന് ചുഴറ്റിയടിച്ചതിന് ശേഷം അത് പടിഞ്ഞാറോട്ട് പോകും അല്ലെ. അത് അതിന്റെ ജോലി ചെയ്തിട്ട് അതങ്ങ് പൊയ്ക്കോളും. അല്ലെങ്കിൽ തിര എന്ന് പറയുന്നത് അതിന്റെ ജോലി ചെയ്തിട്ട് അതിന്റെ ജോലി അതാണ്. ബീച്ചിലേക്ക് അല്ലെ കട കടലിന്റെ തീരത്തേക്ക് അടിക്കുക എന്നുള്ളതാണ് ആ തിരയുടെ ധർമ്മം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് അതിന്റെ പാട്ടിന് പോയിക്കോളും. നമ്മൾ അതുമായിട്ട് മൽപ്പിടുത്തം നടത്താൻ നിന്നിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളും. അത് നമ്മുടെ ഉള്ളിൽ വന്ന് ഒന്ന് അടിച്ചതിന് ശേഷം അത് അതിന്റെ പാട്ടിന് പോയിക്കോളും. ശരിയല്ലേ? നമുക്ക് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ഫോൺ, എത്ര വില കൂടിയ ഫോൺ ആണെങ്കിൽ പോലും ആ ഫോൺ നമ്മൾ എല്ലാ ദിവസവും റീചാർജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിനിപ്പോ എത്ര ലക്ഷം രൂപയുടെ ഫോൺ ആണെങ്കിലും അത് നമ്മൾ റീചാർജ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്കും കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇതിനു വേണ്ടി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം, അത് പേഴ്സണലി ഉള്ള ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിലുള്ള ഒരു പ്രശ്നമായിരിക്കാം. ആ ഒരു പ്രശ്നത്തെ നമ്മൾ അങ്ങോട്ട് പിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളതൊരു പേപ്പറിലേക്ക് എഴുതുക. ഇങ്ങനെ പേപ്പറിലേക്ക് എഴുതി കഴിയുമ്പോൾ അതൊരു ഒബ്ജക്റ്റായി മാറുകയാണ്. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ വളരെ വലിയ രീതിയിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഉത്തരം കിട്ടുന്നില്ല, അതിങ്ങനെ ബ്രെയിനിൽ കിടന്ന് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു പേപ്പറിലേക്ക് ഒന്ന് എഴുതി കഴിയുമ്പോൾ നമുക്കതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നു. അതായത് ഒരു തോട്ട് നമ്മുടെ ബ്രെയിനിൽ കിടക്കുന്ന സമയത്ത് അതിങ്ങനെ വളർന്ന് 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 നമ്മുടെ ബ്രെയിനേക്കാൾ ഒന്ന് വളരാൻ തുടങ്ങും. എന്നാൽ അതിനെ നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ഒബ്ജക്റ്റ് ആയി മാറുന്നു. അതായത് പുറത്തു നിന്ന് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നു. പറ്റുമെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ ഒരു വൃത്തം വരയ്ക്കുക. എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കൊള്ളട്ടെ, ഒരു വൃത്തം ഒന്ന് വരയ്ക്കുക. ഇപ്പൊ വൃത്തം വരച്ചു കഴിഞ്ഞു. ഈ വൃത്തത്തിനകത്തു നിന്നാണ് നമ്മൾ ഇതിനെ കാണുന്നതെങ്കിൽ നമുക്കിതിന്റെ വ്യാപ്തിയോ നീളമോ ഒന്നും അറിയാൻ കഴിയില്ല അല്ലെ. ഒന്ന് ഇമാജിൻ ചെയ്യുക, ആ വൃത്തത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ, അതിന്റെ സെന്ററിൽ നിൽക്കുകയാണ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നമുക്ക് അതിന്റെ ആഴമോ വ്യാപ്തിയോ നീളമോ ഒന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ വൃത്തത്തിന് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ അതിനെ നോക്കുമ്പോഴോ അതിന് എത്രത്തോളം നീളമുണ്ട്, എത്രത്തോളം വ്യാപ്തിയുണ്ട്, എത്രത്തോളം ആഴമുണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ഇത് തന്നെയാണ് ഇപ്പൊ ആ ഒരു വൃത്തം എന്ന് പറഞ്ഞതാണ് തോട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ തോട്ട്. ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഇതിപ്പോ നമുക്ക് ആരെയും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് മറ്റൊരാൾ കണ്ടാലോ എന്ന് ആലോചിച്ച് നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മളത് കൃത്യമായിട്ട് അതിലേക്കൊന്ന് എഴുതി വെക്കുമ്പോൾ അതൊരു ഒബ്ജക്റ്റ് ആയി മാറി. ഒരു ഒബ്ജക്റ്റ് എന്ന നിലയിൽ നമുക്ക് എന്താണ് അതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോ എനിക്ക് ഇന്ന കാര്യം കൊണ്ട് ടെൻഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹം റിപ്ലൈ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്റെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച് ഞാൻ എന്റെ ഫ്യൂച്ചറിനെ പേടിക്കുന്നു. അപ്പൊ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നുള്ള എന്തെന്നില്ലാത്ത ഭയം എനിക്കുണ്ട് അല്ലെ എന്നുള്ളത് വൃത്തിയായിട്ട് നമ്മൾ അതിൽ എഴുതുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് ചോദ്യം ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഈ 3 ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം, ഇത് ഫാക്റ്റ് ആണോ ഫിയർ ആണോ? ഇത് യാഥാർത്ഥ്യമാണോ അതോ ഭയമാണോ? എന്റെ ആവശ്യമില്ലാത്ത ഭയമാണോ, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി മാത്രമാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിന് എന്ത് തെളിവാണുള്ളത്? ഇത് ഫാക്റ്റ് ആണെങ്കിലും ഫിയർ ആണെങ്കിലും എന്ത് തെളിവാണുള്ളത്? അത് വ്യക്തമായിട്ട് എഴുതുക. ഇത് ഫാക്റ്റ് ആണെങ്കിലും ഫിയർ ആണെങ്കിലും എന്ത് തെളിവാണുള്ളത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിലെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഭാഗം ഏതാണ്? അതായത് ഏതൊരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ നമുക്കുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇതിലെനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഭാഗം ഏതാണ്? അത് നമ്മൾ കണ്ടെത്തുക.
ഇപ്പൊ ഇത്രയും എഴുതി കഴിയുന്ന സമയത്ത് ഉടനെ സൊല്യൂഷൻ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെ? കൃത്യമായ ഒരു ഡയറക്ഷൻ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡയറക്ഷൻ നമുക്ക് അവിടെ കിട്ടുകയാണ്. അതായത് നമ്മൾ വ്യക്തമായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യം ഇത്രയാണ്. നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ അല്ല, നമ്മൾ ഫേസ് ചെയ്യുന്നത് സിറ്റുവേഷനെയാണ്. ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോബ്ലം ഉണ്ടാവും, ഒരു സൊല്യൂഷനും ഉണ്ടാകും. ഭൂരിഭാഗം ആൾക്കാർ ആ പ്രോബ്ലം കാണുന്ന സമയത്ത് തിരിച്ചു പോകുന്നു. എന്നാൽ കുറച്ച് ആളുകൾ ആ പ്രോബ്ലത്തെ ഒന്ന് ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓപ്പർച്യൂണിറ്റീസിനെ മീറ്റ് ചെയ്യുന്നു, അല്ലെ? സാധ്യതകളെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വിമാനം അത് പറക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്തെന്നില്ലാത്ത കാറ്റിങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ പൈലറ്റ് അവിടെ പാനിക് ആവില്ല. കാരണം ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ള എന്തിനാണ്? അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വിമാനത്താവളത്തിൽ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതിന് പറഞ്ഞേ മതിയാവുകയുള്ളൂ. അപ്പോൾ ആ പൈലറ്റ് എന്താണ് ചെയ്യുന്നത്? അതിന്റെ ഡയറക്ഷൻ റീസെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പറക്കുന്നില്ല എന്ന് വിചാരിച്ച് അവിടെ മാറി നിൽക്കില്ല, അല്ലെ? അതിന്റെ ഡയറക്ഷൻ റീസെറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് ആ വിമാനത്തിന് പോയേ പറ്റുകയുള്ളൂ. ആ പൈലറ്റ് അവിടെ ആ ഡയറക്ഷൻ റീസെറ്റ് ചെയ്യുന്ന പോലെ നമുക്കും ഇവിടെ ഡയറക്ഷൻ റീസെറ്റ് ചെയ്യാൻ കഴിയും. ആ ഡയറക്ഷൻ റീസെറ്റ് ചെയ്യുന്നതിലൂടെയാണ് സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ അതിനെ പരിഹരിക്കുവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ എത്ര വലിയ ബിസിനസ്സുകാരാണെങ്കിലും എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ഇങ്ങനൊന്നും എഴുതുന്നുണ്ടാവില്ല, കാരണം അവരെങ്ങനെ സൊല്യൂഷൻസ് കണ്ടെത്തി കണ്ടെത്തി പിന്നെ അവർ ബ്രെയിനിലിട്ട് തന്നെ അവർ തിങ്ക് ചെയ്തുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ, അതിന്റെ ഡയറക്ഷനെ പറ്റി ചിന്തിച്ച് എങ്ങനെ മുന്നോട്ട് പോയാൽ ഇതിനെ പരിഹരിക്കാൻ കഴിയും, ഈ പ്രോബ്ലത്തെ എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും, അല്ലെ? ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിക്കലും നമുക്ക് ഈ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവുമായിട്ട് ആരും ഇവിടെ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ യൂസഫ് അലി സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാണും കുറേ പ്രശ്നങ്ങൾ. ഇനിയിപ്പോ ഇവിടെ ഭരിക്കുന്ന പൊളിറ്റീഷ്യൻസിന് അവർക്കുണ്ട് കുറേ പ്രശ്നങ്ങൾ, അല്ലെ? ഇനിയിപ്പോ ഇവിടെ UAE ഇവിടെ ഭരിക്കുന്ന രാജാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും കാണും കുറേ പ്രശ്നങ്ങൾ. പക്ഷെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ പ്രശ്നങ്ങൾ, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും തകരാത്ത ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും തകരാത്ത ഒരു മനസ്സുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ട് യു ഫോക്കസ് ഓൺ. എവിടേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്? പ്രോബ്ലത്തിലേക്കാണോ സൊല്യൂഷനിലേക്കാണോ? പ്രോബ്ലത്തിലേക്ക് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ദൈവമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറയുക, അല്ലെ? ഇന്നലെ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറയുക. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? ആ പ്രോബ്ലത്തെ കുറിച്ച് മാത്രം പറയുക. ഇന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തുകൊണ്ട് ദൈവമേ എനിക്കിതിങ്ങനെ സംഭവിച്ചു? അടുത്ത ആഴ്ച ചോദിച്ചു കഴിഞ്ഞാലും ആ വ്യക്തി പറയും, അയ്യോ ദൈവമേ എന്തുകൊണ്ട് എനിക്കിതിങ്ങനെ സംഭവിച്ചു? എന്നാൽ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൽ നിന്ന് എന്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അല്ലെ? ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇപ്പൊ നമ്മുടെ സിസ്റ്റം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യുന്നത്, സിറ്റുവേഷനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, അല്ലെ? നമുക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നു, അതൊരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ പ്രശ്നത്തെ നമ്മൾ നേരിടുന്നുണ്ട്, ആ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞൊരു മെത്തേഡിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടും. ഇത് ഇങ്ങനെ ചെയ്താലും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും, അല്ലെ? എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, അല്ലെ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ട് യു ഫീഡ് യുവർ മൈൻഡ്. നമ്മൾ നമ്മുടെ മൈൻഡിനെ എപ്പോഴും എന്താണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഇപ്പം ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തെന്നില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ ശരീരത്തെ അത് ഡാമേജ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യത്തിലും. നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ഈ ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമില്ലാത്ത ചിന്തകൾ. ഇപ്പോൾ ഈ എന്താ പറയുക, ഈ ഡിബേറ്റ്സുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക, അത് കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുക, ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരുടെ ഗോസിപ്പുകൾ ഇങ്ങനെ കണ്ടും കേട്ടും അത് ആസ്വദിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡിനെ തന്നെ ആകെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയുന്ന ഈ ഒരു ഓരോ ദിവസം നമുക്ക് ലഭിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? പലരും ചെയ്യുന്നത് ഈ ഫോൺ എടുത്ത് ഇത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതായിരിക്കാം. ആദ്യത്തെ 1 മണിക്കൂർ തന്നെ നമ്മൾ അങ്ങനെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ ഡാമേജ് ആവും എന്നുള്ളത് ശരിയല്ലേ?
അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ യു ടോക്ക് ടു യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. നമുക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. ആ ആത്മാർത്ഥ സുഹൃത്തിന് ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു തോൽവി, ഒരു ഫെയിലുവർ ഉണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ആ ഒരു സമയത്ത് അദ്ദേഹത്തോട് നമ്മൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക? പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ്? ഒരിക്കലും അല്ല. ഒരു കമ്പാഷനോട് കൂടിയായിരിക്കും നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക, അല്ലെ? ആ, കുഴപ്പമില്ല, സാരമില്ല, നീ രക്ഷപ്പെടൂടെ, നീ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട്, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിനോടാണ് കേട്ടോ, അവരെ നമ്മൾ ആ രീതിയിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ബ്ലെയിം ചെയ്യാവുന്നതിന്റെ അപ്പുറം ചിലപ്പോ നമ്മൾ നമ്മളെ ബ്ലെയിം ചെയ്യാറുണ്ട്. അത് മാറ്റിയതിനു ശേഷം ഒരു സെൽഫ് കമ്പാഷൻ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആ, ഇന്നൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നൊരു ഫെയിലിയർ ഉണ്ടായി, അങ്ങനെ ഉണ്ടായത് കൊണ്ട് നീ പല കാര്യങ്ങളും പഠിച്ചിട്ടില്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ, ഒരു സെൽഫ് കമ്പാഷനോടുകൂടി നമുക്ക് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുവാൻ കഴിയണമെന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ യുവർ റെസ്പോൺസ്. അതായത് നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും അങ്ങ് കൺട്രോൾ ചെയ്യാൻ കഴിയത്തൊന്നുമില്ല, ശരിയല്ലേ? പക്ഷെ നമുക്ക് നമ്മുടെ റെസ്പോൺസിനെ തിരഞ്ഞെടുക്കാൻ കഴിയും. പ്രോബ്ലംസ് വരും, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരും, അനാവശ്യമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും. പക്ഷെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും, ഈ ഒരു പ്രശ്നത്തോട് ഈ രീതിയിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ നമുക്ക് ആ റെസ്പോൺസിനെ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോ അവസാനമായി പറയാനുള്ളത്, ഈ ഓവർ തിങ്കിങ് ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രോമിസ് ചെയ്യുവാൻ കഴിയില്ല. ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇല്ലാത്ത മൈൻഡും ഒരിക്കലും റിയലിസ്റ്റിക്കും അല്ല. പക്ഷെ ഓവർ തിങ്കിങ് വന്നാൽ അതിൽ കുടുങ്ങാതെ പുറത്തു വരാൻ നമുക്ക് കഴിയണം. നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാം, അതിന്റെ ഡയറക്ഷൻ മാറ്റി അതിനെ റീസെറ്റ് ചെയ്യാം, അതിൽ നിന്ന് സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താം. എത്ര ഫിയർ വന്നാലും നമുക്ക് ആക്ഷൻ എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവിടെ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ, നമുക്കുണ്ടായിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും, അതിപ്പം പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം, അതിപ്പം മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യാതെ, നമ്മളെ തന്നെ നമ്മൾ ബ്ലെയിം ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഫുൾ ഓഫ് റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 100% നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന ആള് കാരണം അത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മുടെ പവർ ആർക്ക് കൊടുക്കുകയാണ്? അവർക്ക് കൊടുക്കുകയാണ്, അല്ലെ? ബിസിനസ്സുകാർ പറയുകയാണ് എന്റെ സ്റ്റാഫുകൾ മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാഫിനെ ആരാ തെരഞ്ഞെടുത്തത്? ഇദ്ദേഹം തന്നെയാണ് തെരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഇന്ന സിസ്റ്റം മൂലം എനിക്ക് നിലനിൽപ്പില്ല. അപ്പൊ നമ്മുടെ സിസ്റ്റം ആരാണ് സെലക്ട് ചെയ്തത്? നമ്മൾ തന്നെയാണ് ആ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്, നമ്മൾ തന്നെയാണ് അതിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഞാൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക? 100% പവർ എന്നിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുമ്പോൾ അതിനെ ഫുള്ളായിട്ട് എനിക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മെന്റൽ സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ അർത്ഥമാക്കുന്നത്. അപ്പോ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് വരുമ്പോഴും സിറ്റുവേഷനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഒരു രീതി അനുസരിച്ച്, കാലാകാലങ്ങളായിട്ടുള്ള ഒരു രീതി അനുസരിച്ച് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് പ്രോബ്ലത്തെ ആയിരിക്കും. മൈൻഡ് ആദ്യം പിക്ക് ചെയ്യുന്നത് പ്രോബ്ലത്തെ ആയിരിക്കും. എന്നാൽ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റിയെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓപ്പർച്യൂണിറ്റിയെ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ഷൻ റീസെറ്റ് ചെയ്യുക. ആ ഡയറക്ഷൻ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സൊല്യൂഷനിലേക്കാണ് എത്തുന്നത്. അപ്പോ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് വളർത്തിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഡിസ്കഷനിലേക്ക് കടന്നു. ഇന്നത്തെ വലിയ പ്രശ്നമാണ് ഇന്ന് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ഈ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെയും നമ്മെ ബ്ലെയിം ചെയ്യാതെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ് അവസാനം പറഞ്ഞില്ലേ? റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. അത് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ മനോജ് ഡോക്ടർ.
മനോജ് ഡോക്ടർ ഹോസ്റ്റ് അല്ലല്ലോ. അൺമ്യൂട്ട് ചെയ്യാം മനോജ് ഡോക്ടർ. ഓക്കെ, നന്ദി. ഷാജഹാൻ എന്തായാലും വളരെ ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. നമ്മളുടെ പ്രായോഗിക വശം ചിന്തിക്കുക എന്നുള്ള പ്രധാനമാണ്. അപ്പം അതിനകത്ത് ഹോമിയോപ്പതിക്ക് എന്ത് റോള് ഉണ്ടെന്നാണ് ചിന്തിക്കണം. കാരണം പലപ്പോഴും ഈ മാനസികമായ ചില രോഗങ്ങൾ കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അൺനെസസറി ആങ്സൈറ്റി ഉണ്ടാകും, ചില ഡൗട്ട്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ ഒരുപാട് നമുക്ക് ഈ ഒഫീഷ്യൽ ബ്യൂറോക്രസിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മെനോപോസൽ ഏജ് ആവുന്ന ലേഡീസ് പ്രത്യേകിച്ച് വളരെ അഡമന്റ് ആയി ഡൗട്ട്ഫുൾ ആയിരിക്കും. ഒരു ഫയൽ ഒപ്പിടുകയോ ഒരു കാര്യം ചെയ്യുകയില്ല. പല ഓഫീസുകളും തലവേദനയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ തന്നെ അത് രോഗമാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് വേണം മരുന്നിനോടൊപ്പം തന്നെ ഈ ഒരു അഡ്വൈസർ കൊടുത്താൽ അവിടെ ഗുണം ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പാറപ്പുറത്ത് വിധത്തിൽ വിത്തുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത് വേറെ വിചാരിച്ച അപ്ബ്രിങ്ങിങ്, വളരെ ഏർലി ഏജിലേ ഉള്ള ചില ഒരു ട്രെയിനിങ് അത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത്, അധ്യാപകർ എന്ത് പഠിക്കുന്നു എന്നുള്ളത്, ഇത് വലിയ ലോങ് പ്രോസസ്സാണ്. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് നല്ലത് തന്നെയെങ്കിൽ കൂടി ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ആ ഡെപ്തിൽ നിന്ന് കാര്യങ്ങൾ വരണം. നേരത്തെ പറഞ്ഞ പോലെ രജ്ജു കണ്ടത്തിലെ പന്നക ബുദ്ധികൾ എന്ന് പറയുന്നത് കയറിന്റെ പാമ്പാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥ അത് വളരെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണല്ലോ, എങ്ങനെയാണെന്നുള്ളത് അപ്പൊ പറയുമല്ലോ, വായോരു സദുഷ്കരം എന്ന് പറയും. അപ്പൊ അർജുനൻ തിരിച്ചു പറഞ്ഞ മറുപടി അസംശയ മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഈ മനസ്സിനെ നിയന്ത്രിക്കത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കാറ്റിന് വേലി കിട്ടും പോലെയാണ്. എന്നിരുന്നാലും അസംശയം മഹാബാഹോ, സംശയം വളരെ ബുദ്ധിമുട്ടാണ്. മനോദുർനിഗ്രഹം ചലം ഒരു ബുദ്ധിമുട്ടാണ്. എങ്ങനെ പറ്റും? അഭ്യാസേന തു കൗന്ദേയ, നിരന്തരമായ പ്രാക്ടീസിലൂടെ, ആ നിഷ്ഠയിലൂടെ. വൈരാഗ്യം നിഷ്ഠ, വൈരാഗ്യം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ദേഷ്യം എന്നുള്ള അല്ല, ഓരോ ത്യജിക്കാനുള്ള കഴിവോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കൂ എന്നുള്ളൂ. അപ്പോൾ അത്ര എളുപ്പമല്ല. ഒപ്പം അതോടൊപ്പം തന്നെ പണ്ടത്തെ കാലത്ത് സ്കൂളുകളിൽ പലപ്പോഴും ഈ എന്താ പറയുക, മലയാളത്തിൽ തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഏതെങ്കിലും ഭാഗത്തുണ്ടായിരുന്നു. പഴയ സിലബസ് നോക്കിയാൽ അറിയാം. അതിനകത്ത് ഒരുപാട് ഫിലോസഫിക്കലാണ്. ഇപ്പൊ ലക്ഷ്മണോപദേശം പോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഈ എന്താ പറയുക പോലെ ഇതൊന്നും ഈ പാമ്പിന്റെ തലയിൽ വായിക്കാതിരിക്കണ തവള നാക്ക് കിട്ടും പോലെ. അപ്പൊ മരണത്തിന്റെ വായിക്കാതിരിക്കുന്നവരാണ് ഓരോരുത്തരും എന്നുള്ളത്. ഈ ഒരു ധാരണയോട് കൂടി ചില ഫിലോസഫിക്കലായിട്ട് അപ്ബ്രിങ്ങിങ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മെറ്റീരിയലിസത്തിന്റെ വേൾഡ് സംഭവിച്ചിട്ട് അമേരിക്കയിലെ കാണുമ്പോൾ 15 വയസ്സാകുമ്പോൾ തോക്കോട്ട് അങ്ങോട്ട് ചെല്ലുന്നു, എല്ലാവരെയും വെടിവെച്ച് കൊള്ളുന്നു കാണുന്ന കാര്യം. അപ്പൊ എന്താ ഈ മെറ്റീരിയലിസം നമുക്ക് എന്ത് സംഭവിച്ചു? മെഡിസിനിൽ മാത്രമല്ല, മെറ്റീരിയലിസം പൊളിറ്റിക്സിലും എക്കണോമിക്സിലും ഈ എല്ലാ രംഗത്തും, റിലിജിയനിലും എല്ലാം തന്നെ മെറ്റീരിയലിസം ഒരുപാട് കുഴപ്പം ചെയ്തിട്ടുണ്ട്. മെറ്റീരിയലിസത്തെ കുറെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡൈനമിക് വേൾഡിലേക്ക് പോകേണ്ടതാണ് ആവശ്യം എനിക്ക് തോന്നുന്നു. വളരെ നന്ദി. നന്ദി. ഡോക്ടർ പറഞ്ഞ ആ കാര്യത്തോട് പൂർണ്ണമായിട്ട് അത് യോജിക്കുകയാണ്. കാരണം ഇതിപ്പോ നമ്മളീ സംസാരിച്ചത് ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതില് ഞാൻ മാനസികമായ തലത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഡോക്ടർ ഈ ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? നമ്മുടെ ഇപ്പൊ ഈ രോഗങ്ങളുടെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളത് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനത്തിൽ. അത് രണ്ടു തരത്തിൽ വരാം ഡോക്ടർ. മനസ്സിന്റെ പ്രശ്നം കൊണ്ട് രോഗം ഉണ്ടാകാം. ഈ തിരിച്ചും ഒരു ഉഭയദിശാ പ്രവർത്തനം എന്ന് പറയും. തിരിച്ചുപോലെ ആ തന്നെ ശരീരത്തിന്റെ ഇതുകൊണ്ട് മനസ്സിന് പ്രശ്നം വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു തരത്തിലും വരാം. അപ്പൊ ഇത് ഏതാണെന്ന് ഇന്റർ കണക്റ്റഡ് ആണ്. മനസ്സിലാക്കിയിട്ട് അതെ എങ്കിൽ മാത്രമേ ഈ പ്രത്യേകിച്ച് നമുക്ക് ട്യൂബർ ക്ലോസ് പോലുള്ള രോഗങ്ങൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ഒരു ക്ഷയരോഗികൾ എന്ന് പറയില്ല, വളരെ ഇതായിരിക്കും. ലെപ്രസി, ഒരുപാട് രോഗങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. സപ്രസ് ചെയ്യും, മനസ്സിനെ അഫക്ട് ചെയ്യാം. അതുപോലെ പല ഈ ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻ ഒരുപാട് കേസുണ്ട് പലതിലും. അതുപോലെ തന്നെ ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, IBS, ഇതെല്ലാം തന്നെ ബന്ധമുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഒരു ദേഷ്യം, ഒരു വ്യക്തിയോട് അമിതമായ ദേഷ്യം ഒരു വ്യക്തി ഇങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ടേയിരിക്കുകയാണ്, വർഷങ്ങളോളം ഇങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരീരത്തെ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മുടെ ഒരുപാട് സ്റ്റാഫിസാഗ്രിയ പോലെ സപ്രസ് ആങ്കർ, കൊളോസ്, ഒരുപാട് മെഡിസിൻ ഉണ്ട്. അത് പതോളജി കേസ് ഉണ്ടാക്കും. രാഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് പോകുമെന്ന് പറയില്ല ആ സംഭവം. ധനേഷ് ഡോക്ടർ ചെയ്തിട്ടുണ്ട്. ദേഷ്യം വെച്ചാല് ലിവറിനാണ് ബാധിക്കുന്നതെന്നല്ലേ പറയുന്നത്? അതെ. അതെ. അതുകൊണ്ടാണല്ലോ വാദം, പിത്തം, കഫം എന്നത് വേർതിരിച്ചിരിക്കുന്നതാണ്. പിത്തരോഗികൾ വളരെ അഗ്രസീവ് ആണെന്ന് പറയും. ധനേഷ് ഡോക്ടർ ചെയ്തിട്ടുണ്ട്. ലാൽവിരാജിന്റെ പ്രസന്റേഷൻ വളരെ വ്യത്യസ്തമായിരുന്നു, നന്നായിരുന്നു. കാരണം ഇങ്ങനെയുള്ള
ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഇത് ഒത്തിരി നാള് ഇത് ദേഷ്യം നമ്മളിങ്ങനെ കൊണ്ട് നടന്നാൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും കാര്യമായ അസുഖങ്ങൾ വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവെ ഈ ദേഷ്യം വന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ തന്നെ പറയും, അവൻ അർസസാണ്, എന്തൊരു ദേഷ്യമാണെന്ന് അറിയാവോ? അസ്വസ്ഥകാരനെ കണ്ടാൽ അറിയാമെന്നാ പറയുന്നത്. കാരണം അവൻ എവിടെ വെച്ചും കൊണ്ടാലറിയുന്ന രീതിയിലാവും. അടി, വെടി, ഭയങ്കര ദേഷ്യം, കയ്യിലിരിക്കുന്ന എടുത്തത്, ഇതെല്ലാം നമ്മൾ സാംസ്കാരിക മെഡിസിൻ പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നി ഇത് പൈസന് ഏറ്റവും നല്ലതാണ്. കാരണം അതുപോലുള്ള രീതിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മനസ്സും ശരീരവും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രോഗകാരണങ്ങളാക്കാം. അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇതിങ്ങനെ നീണ്ടുപോയി കഴിയുമ്പോൾ നമ്മള് ഈ വാ മുതൽ മലദ്വാരം വരെയുള്ള ഏത് ഭാഗത്തും രോഗം വരുന്നതിന് ഈ മാനസിക പിരിമുറുക്കം ഒരു വലിയ പ്രശ്നമായിരിക്കും. പൊതുവെ അസിഡിറ്റി ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെയുള്ളവരായിരിക്കും. ആ, അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വയറ്റിൽ എരിച്ചിലും നെഞ്ചെരിച്ചിലും കുഴിച്ചു കെട്ടലും ഇതെല്ലാം കൂടുതലായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ക്ലിനിക്കിൽ വന്നു. ആ, അപ്പം അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനിങ്ങനെ, ഡോക്ടറെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മാരകമായ അസുഖം ഉണ്ടെന്നാണ് ഗൂഗിളിൽ പറഞ്ഞത്. അതുകൊണ്ട് അതോട് ഞാൻ ആകെപ്പാടെ വല്ലാണ്ട് നിരാശനായി. അപ്പൊ ഞാൻ ഇവനോട് അവന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവന്റെ കൊണ്ടുവന്ന ബൈസ്റ്റാൻഡർ എന്നോട് ആദ്യം പറഞ്ഞിട്ട് പോയി, ഡോക്ടറെ അവന് വലിയ പ്രശ്നങ്ങളാണ്, അവന്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോൾ മുതൽ അവൻ ആകെപ്പാടെ വല്ലാത്ത മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് അവർ പോയി. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ അവിടെ തന്നെ നമുക്ക് ഒന്നാമത്തെ ക്ലൂ കിട്ടുകയാണ് ഇവന് അച്ഛന്റെ അസുഖം. അപ്പൊ നമ്മളെപ്പോഴും അച്ഛന്റെ രോഗം ആണ്, അതുകൊണ്ട് ആങ്സൈറ്റി അബൌട്ട് അതേഴ്സ് ആയിരിക്കും ഇവന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇവന് നെഞ്ചരിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇതുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ 2 മാസമായി, അത് ചെറിയ രീതിയിലേ ഉള്ളായിരുന്നു, പക്ഷെ അച്ഛന്റെ അസുഖത്തോട് ഇത് ഭയങ്കരമായിട്ട് കൂടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ അവനോട് അവന്റെ ഇരിപ്പും ഡിപ്രഷനും അതെല്ലാം കണ്ടപ്പോൾ അവനെ കണ്ടാൽ ഒരു നിരാശ കാമുകന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ, നിനക്ക് പ്ര- പ്രേമപര ലവ് ഫെയിലിയർ ഒക്കെ ഉണ്ടോ? പ്രേമമൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു, പൊളിഞ്ഞു പോയോ? അത് പറഞ്ഞപ്പോഴാണ് അവന്റെ കണ്ണ് ശരിക്കും ബ്രൈറ്റ് ആയത്. ഉണ്ട് ഡോക്ടറെ, അതെന്താ അങ്ങനെ ചോദിച്ചു? അന്ന് തൊട്ടല്ലേ നിന്റെ ഉറക്കം പോയത്? അതെ. അതോടുകൂടി എന്താ സംഭവിച്ചു? ഈ ഉറക്കം പോയതോടുകൂടി ഇവന് വിശപ്പില്ലാതെയായി. രാവിലെ ആകുമ്പോഴത്തേക്ക് ഉറക്കം വരും, പക്ഷെ കിടന്നാലും ക്ഷീണം മാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 9-8-9 മണിയാകും. ഇതായിരുന്നു അവസ്ഥ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു കാരണം മൂടി വെച്ചുകൊണ്ട് അച്ഛന്റെ രോഗമാണ് അവന്റെ കാരണമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അത് മറ്റുള്ളവർ അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ഇതാണ് ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ വെറും ഒരു റൊമാൻസ് മാത്രമേ ഉള്ളായിരുന്നോ അതോ ഫിസിക്കൽ? ആ ഫിസിക്കൽ അഫയർ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്നാവും. അപ്പൊ അത്രയ്ക്ക് നിസ്സാരമായിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെന്ത് പറ്റിയ കുട്ടി? പക്ഷെ നമുക്കിപ്പോ വേറൊരാളാണ്. അതാണ് ഇന്നത്തെ ഒരു കാലം. അപ്പൊ പക്ഷെ ഇവരാണ് ഡീപ്പ്, വളരെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാനത് നമ്മുടെ ടോപ്പിക്കിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ ഇനി ഒരു അതുകൊണ്ടാണ്. റിലേഷൻഷിപ്പിലേക്ക് അയാൾ പോകുമ്പോൾ എന്തായിരിക്കും അയാളുടെ ഒരു മാനസികാവസ്ഥ? അതെ, ഇതതിനെ ബാധിക്കില്ലേ? അത് തീർച്ചയായും ബാധിക്കും. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മളുടെ ഈ ഹോമിയോപ്പതിക് മെഡിസിൻ വർക്ക് ചെയ്യുന്ന തലം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ മൈൻഡിൽ, അതായത് ഞാൻ അയാളെ ആദ്യത്തെ രീതി വെച്ച് അച്ഛന്റെ രോഗം, ആങ്സൈറ്റി അതെല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ ഫോസ്ഫറസ് എന്ന ഒരു മെഡിസിനോട്ടായിരിക്കും പ്രധാനമായിട്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് സംഭവം ആൾ ഓഫ് എ സഡൻ അതൊരു വലിയ ഷോക്കായി. അപ്പൊ അവിടെ ലവ് ഫെയിലിയർ, ഷോക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അത് പ്രധാനമായിട്ട് ഇഗ്നീഷ്യ എന്ന മെഡിസിനിലാണ് ആദ്യം. ഷോക്കിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അത് ഉം. കഴിഞ്ഞാണ് ലവ് ഫെയിലിയറിന്റെ ആ ഒരു തിയറി വരുന്നത് അവിടെ. അപ്പൊ എന്നെ ഉം. ഉം. വിട്ടുപോയല്ലോ, ആ പ്രണയ നൈരാശ്യം ഏറ്റവും കൂടുതൽ ഷോക്കാക്കുക സംഭവമാണ്. അപ്പൊ ഇത് ഇനി അവന് വരുന്നത്, അവന് ഈ കറക്റ്റ് സമയത്ത് നമ്മുടെ ഈ മെഡിസിൻ ചെന്നതുകൊണ്ട് അവൻ ഇത് ലോകത്തൊക്കെ ഇപ്പൊ എല്ലായിടും ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ആ, ഞാൻ എൻ്റെ വഴിയിലൂടെ ഇനി പോകണം. ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് നല്ല സ്മാർട്ട്, നല്ല മിടുക്കനാണ്, നല്ല പൊക്കമുണ്ട്, നല്ല
വെൽ ടു ഡു ഫാമിലിയാണ്, നീ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് നല്ല ഈ പെൺകുട്ടികളിൽ നല്ല സുന്ദരികളായ പെൺകുട്ടികളും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളും നിനക്ക് കിട്ടും. അതുകൊണ്ട് ആ സമയത്ത് നിന്റെ ജീവിതം ഇതിലും നല്ല രീതിയിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു നല്ല കോൺഫിഡൻസും വന്നു. യഥാർത്ഥത്തിൽ ഈ കോൺഫിഡൻസ് നമ്മുടെ മെഡിസിൻ കൊടുക്കും. എന്നാൽ ഈ മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് പോലും നമുക്കൊരു കോൺഫിഡൻസ് കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഈ ചികിത്സ ഇതുപോലുള്ള നമ്മൾ ഈ കൗൺസിലിങ്ങിനും അപ്പുറമായിട്ട് ചെയ്യാവുന്ന. അതേസമയം ഈ പയ്യനെ ഞാൻ കൗൺസിൽ ചെയ്ത് വിട്ടിട്ട് കഴിഞ്ഞാൽ നാളെ അവൻ ഗൂഗിൾ നോക്കിയിട്ട് തന്നെ വരും. അത് പറയട്ടോ, അത് കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. ഏഹ് കാരണം ഈ നമ്മളും ഈ പറഞ്ഞത് വെച്ച് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഡെപ്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നേരെ റിവേഴ്സ് ആക്കി ഇവൻ എങ്ങനെയായിരുന്നു അതിൽ സ്മാർട്ട് അവനെ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആക്കാൻ പറ്റും. അപ്പൊ രണ്ടും വേണം. കൗൺസിലിംഗ് കൊടുക്കേണ്ടവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം. പക്ഷെ കൗൺസിലിംഗ് കേൾക്കാത്ത സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള മെഡിസിൻ വളരെ ഫലപ്രദമാണ്. എന്തായാലും വളരെ നല്ല പ്രസന്റേഷനുകളാണ്. അപ്പൊ അന്ന് ഷാജു എന്നോട് ചോദിച്ചു, ഡോക്ടർ ഈ നമ്മുടെ പ്രസന്റേഷനൊക്കെ ആൾക്കാർക്ക് പിടിക്കുമോ? വളരെ നല്ലതാണ്. പിന്നെ ഇന്നിപ്പോ ആള് കുറഞ്ഞത് ഷാലുവിന്റെയോ എന്റെയോ കുഴപ്പമല്ല. അത് നമ്മുടെ ഓണത്തിന്റെ തിരക്കിൽ കടകളിലൊക്കെ ചെന്നാൽ എല്ലാവരും അവിടെ ക്യൂ ആണ്, ഇടിയാണ്. കാരണം ഞായറാഴ്ചകൾ പ്രത്യേകിച്ച് എല്ലാ ബീച്ചുകളും ഫ്രീ ആണ്, എല്ലാ അമ്പലങ്ങളും നിറച്ച ആളുണ്ട്, കല്യാണങ്ങളാണ് എല്ലായിടവും. വീട്ടിൽ നിന്നും ഭക്ഷണം തന്നെ കഴിക്കാൻ ആൾക്കാർക്ക് നേരമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മിക്കവാറും തന്നെയല്ല, പേര് റോഡിലാണ്. അതുകൊണ്ടാണ് ഒട്ടും വേറൊരു ക്ഷമിക്കണ്ട. ക്ലാസ്സിലും വേറൊരു ക്ലാസ് കൂടെ നടക്കുന്നുണ്ട്. അതെ അതെ അതെ. അത് വേറെയും ഒരു സൂം പ്രോഗ്രാം ഉണ്ട്. അത് വലിയൊരു ഇന്റർനാഷണൽ പ്രോഗ്രാമും ഹിന്ദിയിലും ഉണ്ട്. ഇംഗ്ലീഷ് സെഷനിൽ നമ്മുടെ രാജശങ്കരനൊക്കെ പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ആള് അതെ പറഞ്ഞത്. അതെ. മലയാളത്തിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഞാനത് വിഷയം. ഞാനിതിവിടെ പറഞ്ഞ സമയമായിട്ടില്ലല്ലോ അല്ലേ? അല്ല, ഇത് ബ്രെയിനിന്റെ ഒരു നാളെ എബ്രാം വൈദ്യ യൂട്യൂബിൽ എല്ലാവരും കണ്ടോളും, ഉറപ്പായിട്ടും കാണും. കാണും. ഞാനതിനകത്ത് പറഞ്ഞതേ, ആ ബ്രെയിനിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരു വ്യക്തി നിരന്തരമായിട്ട്, ഒരു വ്യക്തി എന്നല്ല പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, പാരമ്പര്യമായിട്ട് ഞങ്ങള് എല്ലാവരും ഷുഗർ പേഷ്യൻസ് ആണ്, എനിക്കും ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുമ്പോൾ അത് ബ്രെയിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. അത് ഉള്ളിൽ അത് ഒരു ബിലീഫായിട്ട് മാറത്തില്ലേ? തീർച്ചയായും ഞാനൊരു ടോപ്പിക് അടിസ്ഥാനത്തിൽ പറഞ്ഞത് അതാണ്. തീർച്ചയായും. അപ്പൊ ഞാൻ ഉടനെ തിരിച്ചാണ് ചോദിക്കുന്നത്. എന്റെ ഉം. അച്ഛനും അമ്മയ്ക്കും ക്യാൻസറാണ്. അപ്പൊ ഏറ്റവും ക്യാൻസർ വരാൻ പൊട്ടൻ ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാൻ. ഉം. ഉറപ്പായിട്ടും എനിക്ക് വരാവുന്ന ആദ്യത്തെ രോഗം ക്യാൻസർ ആവണം. പക്ഷെ ഞാൻ അങ്ങനെ തിരിച്ച് പേടിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഉം. ഈ തിരിച്ച് അപ്പൊ ക്യാൻസറിനേലും വലുതല്ലോ നിങ്ങളുടെ ഷുഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ. ഓ അങ്ങനെയാണല്ലേ ഡോക്ടറെ എന്ന് തിരിച്ച് അവരെ കൊണ്ട് പറയിച്ചിട്ടേ നമ്മൾ വിടുള്ളൂ. അപ്പൊ അവരുടെ മൈൻഡ് അതോടെ അങ്ങ് ഫ്രീ ആവും. ഇപ്പൊ ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകളിൽ നമുക്ക് കിട്ടുന്ന, ഞാൻ ക്യാച്ച് ചെയ്തെടുക്കുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ. പലരും പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ക്യാച്ച് ചെയ്തെടുക്കും. അത് ഇത് ഓരോ വിശ്വാസങ്ങളായിട്ട് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അത് പിന്നീട് അതൊരു രോഗമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയല്ല, ഇത് വരും വരും എന്നുള്ളത് വിശ്വസിച്ച് അതെ പുലി വരുമേന്ന് പേടിച്ച് പേടിച്ച് അല്ല പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് അവസാനം പുലി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതെ, അതുകൊണ്ടാണ് പുലി വരുന്നത് തന്നെ. ഇത് തന്നെയാണ് അതെ. സംഭവം. അതേസമയം ഡയബറ്റീസ് എന്താണ്? അത് വന്നാൽ നമുക്ക് നിസ്സാരമായിട്ട് കാര്യം ഞാനൊന്ന് ഇതെല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞാൽ ശരിയാവും. പല ആൾക്കാരും ഈ ഭക്ഷണം അങ്ങോട്ട് കൺട്രോൾ ചെയ്യും. ഭക്ഷണം കൺട്രോൾ ചെയ്തതുകൊണ്ട് മാത്രം ഡയബറ്റീസ് മാറില്ല, ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ അതിലും പ്രധാനമായിട്ട് ആ മൈൻഡ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കണം, ഈ രോഗഭയത്തെ ഒഴിവാക്കണം, പരമാവധി സന്തോഷമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് കുറെ മാറ്റങ്ങൾ വരും. അപ്പൊ ഈ രോഗം നമ്മളിൽ വരുന്നത് വളരെ വൈകിയായിരിക്കും. അതാണ് അതിന്റെ വേറൊരു സാധ്യത. ഇനിയിപ്പം എബ്രാം വൈദ്യൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ആ ഹലോ. ഷാരു, ഡോക്ടറിന്റെ നല്ല സ്പീച്ചായിരുന്നു. വളരെ ആധികാരികമായിട്ടുള്ള സ്പീച്ചായിരുന്നു. സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി ഒരു മനുഷ്യനെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവിടെ ആണ് പല പ്രശ്നങ്ങളുടെയും തുടക്കം. അത് അവിടെ നമ്മളെ കൺട്രോൾ ചെയ്ത് അതിനെ മാനേജ് കഴിയുമല്ലോ. അപ്പൊ കുഴപ്പമില്ല ഡോക്ടർ. ഹലോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല.
മനോജ് ഹലോ ആ. ആ അതിനെ മാനേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പം ഈ ഡോക്ടർ അതിന് വേറൊരു വ്യൂവിലാണ് ക്ലാസ് എടുത്തത്. അതിന്റെ ഉള്ളത് നമ്മള് ഫേമായിട്ട് മനസ്സിനെ പറഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റും, എനിക്ക് എന്റെ ഫെയിലിയർ ഉണ്ടായിട്ട് ഇങ്ങനെ തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എനിക്ക് പറ്റും, എന്റെ രോഗം മാറ്റാൻ എനിക്ക് പറ്റും എന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിച്ചാൽ തോട്ട് കൊണ്ട് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് വരും. അതുകൊണ്ടാണ് പല പുസ്തകങ്ങളൊന്നും പറയുന്നില്ല, പല ആധികാരിക പുസ്തകങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ ഭയം വരുന്നത് ഇവിടെ തന്നെ. ഭയവും ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ബാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതാണ് രോഗമായാലും വസ്തുനഷ്ടമായെല്ലാം ഭയക്കവും സംശയിച്ചു കഴിഞ്ഞാൽ അത് റിയലായിട്ട് വരും എന്നുള്ള കാര്യമാണ്, സത്യമാണ്. പിന്നെ ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിൽ പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ 3 തിരിക്കും: മെന്റൽ പ്ലെയിൻ, ഇമോഷണൽ പ്ലെയിൻ, ഫിസിക്കൽ പ്ലെയിൻ. മെന്റൽ പ്ലെയിൻ സ്റ്റേണായിട്ടുള്ള ആൾക്ക് അവിടെ പ്രശ്നം വരുന്നില്ല. അതായത് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാനും അത് പ്ലാൻ ചെയ്യാനും തെറ്റുകൂടാതെ നടപ്പിലാക്കാനും കഴിയുന്ന വ്യക്തികൾക്ക് മെന്റൽ പ്ലെയിൻ സ്ട്രോങ് ആണ്, അവിടെ കുഴപ്പമില്ല. അവർക്ക് ചിലപ്പോൾ ഫിസിക്കൽ ഈ ഇമോഷണൽ പ്ലെയിനിലായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. അത് ഇമോഷണൽ പ്ലെയിനിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടായി മെന്റൽ പ്ലെയിനെ അഫക്റ്റ് ചെയ്യുന്ന സ്ഥലമല്ല. നേരെ മറിച്ച് അത് മാനേജ് ചെയ്യാൻ പറ്റിയിരിക്കൽ അത് ഇമോഷണൽ പ്ലെയിനിലെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കുമ്പോൾ അത് ഫിസിക്കൽ പ്ലെയിനോട്ട് മാറി വളരെ ഗ്രേഡ് കുറഞ്ഞ രോഗങ്ങളെ മനുഷ്യർക്ക് വരുത്തുള്ളൂ. അത് വിതോൾക്കസ് എന്ന ഡോക്ടർ അത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കൗൺസിലിങ്ങിനെ പറ്റി സംസാരിച്ചു. കൗൺസിലിങ് നല്ലതാണ്. ആൾക്ക് ഒരു മെന്റൽ പ്ലെയിൻ ശക്തമായിട്ടുള്ള ആൾക്ക്, അതായത് യാഥാർത്ഥ്യ ബോധ്യമുള്ള ആൾക്ക് കൗൺസിലിംഗ് മാത്രം മതി എളുപ്പം പരിഹരിക്കാം. എന്തുവാണ് പ്രശ്നം എന്ന് അയാൾക്ക് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനും അയാൾക്ക് പറ്റും. എന്നാൽ യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ആളുടെ അടുത്ത് കൗൺസിലിംഗ് ചെയ്യാവില്ല. കാര്യം പോത്തിനോട് വേദബോധമെന്ന പോലെയുള്ളൂ. അവർക്ക് എത്ര മനസ്സിലാകാതെ കൺഫ്യൂഷൻ എന്ന സ്റ്റേറ്റില്, മെന്റൽ പ്ലെയിനിലെ കൺഫ്യൂഷൻ എന്ന സ്റ്റേറ്റിലെ ആൾക്ക് കൗൺസിലിംഗ് എഫക്റ്റീവേ ഇല്ല. അവിടെ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യാനുള്ള മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്. ആ രീതിയിലാണ് ഹോമിയോപ്പതി കാഴ്ചപ്പാടുള്ളത്. എന്തായാലും സബ് കോൺഷ്യസ് മൈൻഡ് ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥനയും കേട്ട ഇതിനോട് വളരെ ബന്ധപ്പെടും. മനുഷ്യൻ ബലഹീനായിട്ട് നിസ്സഹായനായിട്ടുള്ള അവസ്ഥയിൽ പ്രാർത്ഥനയാണ് ഏക പരിഹാരമുള്ളത്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടാകും. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൊടുക്കുന്ന സജഷനാണ് പ്രാർത്ഥനയിൽ പോലും ഫലിക്കുന്നത്. ഇത്രയുമാണ് എനിക്കിതിൽ പറയാനുള്ളത്. എന്തായാലും സബ് കോൺഷ്യസ് മൈൻഡ് നല്ല ക്ലാസ് എടുത്തു തന്ന ഷാലു രാജിനെ വളരെ അഭിനന്ദനം അറിയിക്കുന്നു. ഡോക്ടർ ഇനി ഡോക്ടർ രാധാകൃഷ്ണൻ സാർ എന്തെങ്കിലും കേട്ടുള്ളൂ. പക്ഷെ എന്തായാലും സബ് കോൺഷ്യസ് ഞാൻ കൂടുതലായിട്ട് പറയാം. ഇതിനൊക്കെ ഒരു കുറച്ചധികം നേരം വേണ്ടത്. നന്നായിട്ട് ക്ലാസ് ആരംഭത്തിൽ കേട്ടു, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗമാണോ പറയണത്? എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുള്ളൂ. ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയാലേ പറയാൻ പറ്റുന്നു. സമയമില്ലല്ലോ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, കേൾക്കാം സാറേ, പറഞ്ഞോളൂ സാർ. അല്ല, ഇപ്പൊ പറഞ്ഞോളൂ. എന്താ ഇപ്പൊ ചിന്തകളില് രോഗം വരുമെന്ന് അല്ലേ? അതല്ലേ ചോദ്യമായിരുന്നേ? ചിന്തകള് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ ഇന്നത്തെ എല്ലാ ചലനങ്ങളും ശരിക്കും ബ്രെയിനാണല്ലോ. വിത്തൗട്ട് ബ്രെയിൻ
നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പറ്റുമോ? പറ്റില്ല. അപ്പോ നമ്മൾ ബ്രെയിനിന്റെ തോട്ട്സ് ലെവലില് ബ്രെയിൻ കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആണല്ലോ. ബ്രെയിൻ കെമിസ്ട്രിയിലെ ഹോർമോൺ ഇതും പിന്നെ ആൽഫ ബീറ്റ തീക്ക വേവ്സ് വ്യത്യാസങ്ങളെല്ലാം. അപ്പൊ എന്ത് കാര്യം നമ്മൾ ചിന്തിച്ച് കിടന്നുറങ്ങുന്നു അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ തിയറി. ഇന്നിപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കണ ഇപ്പൊ രോഗിയുടെ തന്നെ ഇപ്പൊ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, കുറെ മാറാത്ത രോഗമാണെങ്കിൽ ഈ രോഗി എവിടെ ചെല്ലും? ഈ രോഗി എത്ര ദിവസം മുമ്പ് തന്നെ ഈ പരിശോധനയിൽ ഇങ്ങനെ കിടക്കണം, നാളെ എന്ത് റിസൾട്ടാ വരണേ എന്ന്. അതുമാത്രമല്ല, എപ്പോഴും നമുക്ക് സഫർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവായിട്ട് ചിന്തകൾ നമ്മളിൽ വരുള്ളൂ. അപ്പൊ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് നമ്മുടെ ബോഡിയിൽ വരുന്നതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. അത് എസ്പെഷ്യലി ഇപ്പൊ ഏർലി മോർണിംഗ്, ഇപ്പൊ സബ് കോൺഷ്യസിന്റെ ആക്റ്റീവ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗിലും അതുപോലെ ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പ് 2 hours ബിഫോർ. ഈ 2 സമയത്ത് നമ്മൾ എന്ത് ചിന്തിച്ച് കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യന്റിനോട് എന്താ പറയാറുള്ളത്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് കേസിൽ നിങ്ങൾ എന്താണോ ചിന്തിച്ച് കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുണരുന്നത് അത് നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെങ്കിൽ എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ചികിത്സ ആരംഭിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക തന്നെ. ബിക്കോസ് വാട്ട് എവർ ബി ദ ഡിസീസ്, അതിന്റെ എല്ലാത്തിൻ്റെയും പേരിൽ നമുക്ക് ഈ ബ്രെയിൻ ഇൻവോൾവ്മെന്റ്, സബ് കോൺഷ്യസ് മൈൻഡ് പ്രാധാന്യമുണ്ട്. ഇത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോ നന്ദി സാർ. ഏതായാലും ഇന്ന് നമുക്ക് ഷാലുരാജൻ എടുത്ത ക്ലാസ് അമിത ചിന്തകളെ നിയന്ത്രിക്കാം എന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഇത് നമുക്ക് വാസ്തവത്തിൽ ഇത് വീണ്ടും നമ്മുടെ ഹോമിയോപ്പതിക് ഇത് വെച്ച് ഒരു ക്ലാസ്സും കൂടെ നല്ലതായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് സമയമായതുകൊണ്ട് വേറെ ആരെങ്കിലും ആൻഡ്രൈസ് ചെയ്യുന്നുണ്ടോ? പണ്ട് മീനൊക്കെ ആഗ്രഹിച്ച ബ്രോ നല്ല മീനെ കൊടുത്തതുകൊണ്ട് സന്തോഷമായിരുന്നു പണ്ട് ഡോക്ടറുടെ വന്നപ്പോഴേ. എന്തായാലും നമുക്ക് സമയമായതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇന്ന് നമുക്ക് ഷാലുരാജൻ എടുത്തു തന്നത്. അമിത ചിന്തകളെ നിയന്ത്രിക്കാം, എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിന്റെ ഒരു ചുരുക്കം. എനിക്ക് തോന്നുന്നു ഇത് മാത്രം പോരാൻ തോന്നുന്നു അല്ലേ? ഇനിയും വളരെയധികം കാര്യങ്ങൾ വലിയൊരു സബ്ജക്റ്റ് ആണ്. പിന്നെ നമ്മള് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എടുക്കേണ്ട കാര്യമല്ലേ, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കതൊരു പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാമെന്ന് തോന്നുന്നു. കാരണം ഇത് അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാനും. പലപ്പോഴും ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം വരാറുണ്ട്. അതുതന്നെ വളരെ ആകാംക്ഷയോടെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പിന്നെ പങ്കെടുത്തത് തന്നെ. ഏതായാലും ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തുതന്ന ഷാലുരാജിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ബാക്കിയായിട്ടും ഇതുപോലെയുള്ള നല്ല മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. പിന്നെ പല നല്ല വിഷയങ്ങളാണ് ഇതിനോട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മനോജ് ഡോക്ടർക്കും ധനേഷ് ഡോക്ടർക്കും എബ്രഹാം വീതൻ ഡോക്ടർക്കും ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 2183 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഭംഗിയായി ഇന്ന് അവസാനിക്കുകയാണ്. ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
ഇന്നത്തെ ഈ വെബിനാർ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ് ഓൾ.